Finally, we're going for a damn ride. Hey, this is a crazy ride, guys. അപ്പോൾ ഞാൻ ഈ GT എടുത്തു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് എൻ്റെ വണ്ടിയിൽ വരുത്തിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് മെയിനായിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ GT തടിയന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ട്, ഭാവിയിൽ വണ്ണം വയ്ക്കാൻ സാധ്യതയുണ്ട്, എനിക്കത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. കാരണം അങ്ങനെയുള്ള പേടിയുടെ ആവശ്യമില്ല. കാരണം ദിസ് ഈസ് എ സ്പോർട്സ് റൈഡർ, ഇറ്റ്സ് എ റെട്രോ സ്പോർട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഒരു 80, 85, 90 കിലോമീറ്റർ, ഇവൻ 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓടിക്കണം, ഒരു 5-6 മണിക്കൂർ ഓടിക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് സിമ്പിളായിട്ട് ഓടിക്കും. ഇത് ഞാൻ നോക്കിയിട്ട് ഇന്റർസെപ്റ്ററിനായാലും വെയിറ്റിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ബാലൻസ് ചെയ്ത് പോകാൻ പറ്റിയ വണ്ടി ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടിമറിന്റെ എയറോഡൈനാമിസിറ്റിയാണ്. പിന്നെ കോർണറിംഗ് എന്ന് വെച്ചാൽ മീഡിയം ലെവല് അല്ലെങ്കിൽ എബോവ് മീഡിയം ലെവലൊക്കെ ഉപയോഗിക്കാം. ഇന്റർസെപ്റ്ററിനായാലും ബെറ്റർ ആയിട്ട് നന്നായിട്ട് കോർണർ ചെയ്യാൻ പറ്റും. ഇന്റർസെപ്റ്റർ ഇസ് മോർ ലൈക്ക് എ ടൂറർ, ലിറ്ററൽ ടൂറർ. ഇത് GT ആണ്, ഗ്രാൻഡ് ടൂറർ എന്ന് പറയണേ. ഇത് കുറച്ചൊരു സ്പോർട്ടി പൊസിഷൻ എൻജോയ് ചെയ്ത് ടൂർ ചെയ്യാൻ പറ്റിയൊരു മെഷീൻ തന്നെയാണ്. GTന്റെ ഫുൾ ഫോം തന്നെ ഗ്രാൻഡ് ടൂറർ എന്നാണല്ലോ. ഓഹോ, ഇറ്റ്സ് എ ടൂറർ. നിങ്ങൾക്ക് തടിയുണ്ടോ? ആദ്യം കൈയുടെ ഇവിടെയൊക്കെ വേദന ഉണ്ടാവും ലോങ് പോകുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ മധുരയിൽ ട്രിപ്പ് പോയി കഴിയുമ്പോൾ ഇതുപോലെ എൻ്റെ കൈക്ക് വേദന എടുത്തു. ആദ്യമായിട്ട് ശീലമില്ല, നമ്മൾ സ്പോർട്സ് റൈഡിങ് പൊസിഷൻ ഉപയോഗിച്ച് ശീലമില്ല. അപ്പോൾ റോയൽ എൻഫീൽഡോ അങ്ങനെ ഡ്യൂക്കിൻ്റെ അങ്ങനത്തെ ഒരു പൊസിഷൻ അല്ല അത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് R1 ഉപയോഗിച്ചിട്ടുണ്ട്, R15 ഒക്കെ ചില സ്പോർട്ട് ബൈക്കുകളൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അത് ഇവൻ ഒറിജിനൽ R1 ഇരുന്ന് നോക്കിയിട്ടുണ്ട്, എക്സ്ട്രാസൻ്റെ R1 ഇരുന്ന് നോക്കിയിട്ടുണ്ട്. ഓടിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല അധികം. ഇനി ഭാവിയിൽ കിട്ടുമായിരിക്കും. അപ്പോൾ അതല്ല പോയിന്റ്. ഇപ്പം ഈ ഇന്റർസെപ്റ്റർ GT ആയാലും നമുക്ക് തടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തടിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, തടിയുള്ളവർക്ക് ഉറപ്പായിട്ട് ഇത് ഉപയോഗിക്കാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ അതിരപ്പള്ളി റൂട്ട് ഓടിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ GT ഈസ് മോർ ലൈക്ക് നമുക്ക് ഓടിച്ച് നടക്കാനൊക്കെ പറ്റും ബ്രോ. എനിക്കൊരു 85 മുകളിൽ വെയിറ്റ് ഉണ്ട്. വെയിറ്റ് കുറച്ചായിരുന്നു, പിന്നെ വീണ്ടും കൂടി. ഓക്കെ, ഞാൻ ബേസിക്കലി തടിയനാണ്, അങ്ങനെ ഒരു വലിയ ഫിറ്റ്നസ് ഫ്രീക്കൊന്നും. അപ്പോൾ തടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും ബ്രോ. ഇതുമായിട്ട് ബോഡി നല്ല അഡാപ്റ്റ് ആവണം. ഓക്കെ, അതായത് നമ്മൾ കുറച്ച് നാളത് ഉപയോഗിച്ച് നമ്മുടെ ബോഡി ഇതിൻ്റെ ഒരു എയറോഡൈനാമിസിറ്റിക്ക് ആയിട്ട് അഡാപ്റ്റായി അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ വണ്ടി ചുമ്മാ തീയണം. നമുക്ക് പിന്നെ അത് എത്ര കിലോമീറ്റർ ഓടിച്ചാലും മടുക്കില്ല. ഇവൻ ഞാനിത് ഈ വണ്ടിയായിട്ട് അഡാപ്റ്റ് ഇല്ലാത്ത സമയത്ത് പോലും ഫസ്റ്റ് തന്നെ ഞാൻ അടുത്ത് പോയി ലോങ് പോയത്, അതായത് വണ്ടി മേടിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ ലോങ് പോയത് നമ്മുടെ ഇവിടേക്കാണ്, നമ്മുടെ മധുരയിലേക്കാണ് പോയത്. അപ്പോൾ മധുര പോയി ഇങ്ങനെ ആദ്യം ഞാനൊന്ന് വണ്ടി എടുത്തു. പക്ഷെ അന്ന് ടൂറിംഗ് സീറ്റിലായിരുന്നു. ഞാൻ ചെയ്ത ചെറിയ മോഡിഫിക്കേഷനിൽ പറഞ്ഞാണ് ടൂറിംഗ് സീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ചെറിയ ടൂറിംഗ് സീറ്റ് മാറ്റേണ്ട ഒരു അവസ്ഥയായി. കാരണം ആ ഒരു റൈഡോടുകൂടി എൻ്റെ കുണ്ടിയൊക്കെ ഉണ്ടോയെന്ന് പോയിട്ട് അറിയാത്ത അവസ്ഥയായി, ചതഞ്ഞു പോയി. നമ്മൾ വണ്ടി മേടിക്കപ്പെട്ട സീറ്റ് ഭയങ്കര ഹാർഡാണ്. അതെടുത്തുകൊണ്ട് ഞാൻ മധുരയ്ക്ക് പോയത്. ആദ്യം 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്ത് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഇങ്ങനെ ഇരുന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ഹാർഡായിട്ടിരിക്കണ സീറ്റ്. നമ്മൾ അത്രയും ബുദ്ധിമുട്ടായിരുന്നു, അത് ചൂടായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഡിസിഷൻസൊക്കെ ഒന്ന് മാറ്റി. ഓക്കെ, സീറ്റ് മാറ്റി. അപ്പോൾ എന്നിട്ട് ഞാൻ 600 കിലോമീറ്റർ മധുര വരെ ഓടിച്ചു. അത് ഓടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ച് വണ്ടിയുടെ പദം വന്നു. അതായത് പദം വന്നു എന്ന് വെച്ചാൽ വണ്ടി ഓടിച്ച് ഇതിൻ്റെ എൻജിൻ പുത്തൻ വണ്ടിയുടെ എൻജിന് ഓടിച്ച് നിന്നുപോയി. അതായത് നമ്മൾ പെട്രോളൊക്കെ തീർന്നു കഴിയുമ്പോൾ എൻജിൻ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കില്ല, അതുമാതിരി വണ്ടി ഓഫായി പോയി. ഞാൻ ഇരുന്ന് ഒരേ ഓട്ടിക്കല് ഒരുമാതിരി വാശി വരെയായി പോയി വണ്ടി ഓടിക്കാൻ. ഊതി പിടിച്ചിട്ട് ഓടിച്ച് അതേ ഇതിനകത്ത് പോവാണ്. എന്നിട്ട്
എപ്പോഴും ഓർക്കുമ്പോ കോമഡിയാ. ഞാൻ ഒരു ഹോട്ടലിന്റെ പടിക്ക് വരെ തള്ളി ചെറുതായിട്ട്. ഈ സാധനമാണ് ഈ തള്ളിയാ നീങ്ങണ്ടോ, അത് തമിഴ്നാട്ടിൽ ഒരു ചായക്കട ബേക്കറി, അവിടെ മറ്റേ റോസ് ഫ്ലേവറിലുള്ള സർബത്ത് കിട്ടും. സോഡ കിട്ടും, നമ്മുടെ ജീര സോഡ എന്ന് പറയണമാതിരി. എന്നിട്ട് അത് ഒരെണ്ണം മേടിക്കും, പിന്നെ ഒരെണ്ണോടി മേടിക്കും, കുറച്ച് പലഹാരമൊക്കെ മേടിച്ച് രാവിലെ കഴിച്ചിട്ടില്ല. എന്നിട്ട് കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മോനെ നിന്റെ തീറ്റ കഴിഞ്ഞിട്ട് നിനക്ക് ഇറങ്ങിപ്പോയിക്കൂടെ എന്നുള്ള രീതിയിൽ കടയിലെ ചേട്ടൻ നോക്കണം. എന്നിട്ട് ഞാൻ ഒരു നാരങ്ങയോടെ ലാസ്റ്റ് ബൂസ്റ്റപ്പിന് വേണ്ടി അടിച്ച്, ഇത് അപ്പോഴേക്കും തണുത്ത് കിട്ടി. പിന്നെ ലാസ്റ്റ് വണ്ടി ഭയങ്കരമായിട്ട് പൂർണ്ണമായിട്ട് തണുക്കാൻ ഗ്യാപ്പ് കൊടുക്കാത്തോണ്ടേ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇത് മറ്റേ എന്തിട്ട് പറയണേ, സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് ഞാനീ പറയുന്ന രീതിയിൽ എന്താ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലാസ്റ്റ് വണ്ടി ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട്, അന്ന് മലയാളത്തിൽ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങുണ്ടായി, ഏത് കണ്ണൂർ സ്ക്വാഡിൻ്റെ ട്രാവൽ ഏജൻറ്റ് ഞങ്ങളായിരുന്നു. അത് മമ്മൂട്ടിയുടെ അടുത്തുനിന്ന് ഗിഫ്റ്റ് മേടിച്ചതാണ് ഞങ്ങൾ. അപ്പോൾ അവർക്ക് വേണ്ടി വണ്ടികൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഞങ്ങളായിരുന്നു. അപ്പോൾ ആ സിനിമ അവിടെ റിലീസായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനകത്ത് കയറി ആ സിനിമ പോയി കണ്ട്, അതിൻ്റെ അവാർഡൊക്കെ വീട്ടിലിരിക്കണം. ഇത്ര ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം കാണിച്ചു തരാം. നിങ്ങളുടെ ഒരു സന്തോഷം, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടി തിയേറ്ററിൽ പോയി തിരിച്ചിറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അതായത് ഈ തിയേറ്ററിൽ മറ്റേ അണ്ണന്മാർ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ തിയേറ്ററിൽ അണ്ണന്മാർ ഒരു പെശക സീനായി. അതായത് ഒരു മലയാളി ചെക്കൻ എൻ്റെ മലയാളി വണ്ടി ഒന്നുണ്ടു, അവന്മാർക്ക് ചൊറിച്ചിലാണ് ആ തിയേറ്ററിലെ സ്റ്റാഫിന്. ശരിക്കും ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പൈസ മേടിച്ചിട്ടല്ലേ വർക്കിങ്ങിൻ്റെ ഫീസ് ഇറക്കേണ്ടത്. ഒരു കപ്പിളായിട്ട് വന്നിട്ടുണ്ട്, ഒരു ചെറിയ പയ്യനൊരു പെണ്ണൂടി, ജോഡികളാണ്. എന്നിട്ട് ഇവരുടെ അടുത്ത് ഞങ്ങൾ ഇറങ്ങി പോണ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പേയ്മെന്റ് അടക്കണം 10 രൂപ 20 രൂപയായിട്ട് അടക്കണമെന്ന് ബൈക്ക് പാർക്ക് ചെയ്യണേന്. അങ്ങനെ ഒരു സംഭവം അവിടെ ശരിക്കും ഇല്ല. ബില്ലൊക്കെ ആയിട്ട് വന്നേ, ഞാൻ ബില്ല് മേടിച്ചു. ഞാൻ ചോദിച്ചു, ഇത് ആദ്യം അല്ലേ അടക്കേണ്ട കേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ തർക്കിക്കാൻ പോയില്ല. കാരണം വെറുതെ എനർജി കളയാന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് സീനാക്കി അത് ഇനി വേണം പോലീസിനെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ലീഗലി മൂവ് ചെയ്യാം. പക്ഷെ എന്തോരം എനർജി സമയം വെറുതെ ഇഷ്ടം. ലാസ്റ്റ് ആ പേയ്മെന്റ് അടച്ച് എനിക്ക് ഏറ്റവും പ്രശ്നം ആ പയ്യനെ കൊണ്ട് അടപ്പിച്ചാണ്. അവൻ്റെ അത്ര വലിയ കാശൊന്നും ഉണ്ടാവില്ല. ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് കൂട്ടി വന്നായിരിക്കും. എന്നാൽ ഞാനെടുത്ത് അവന് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട് മുമ്പിൽ വെച്ച് അങ്ങനെ കൊടുക്കുന്ന അണക്കടല്ലേ, ചെയ്യാനും പാടില്ല. അങ്ങനെ അവര് എനിക്കാകെ സങ്കടമായി. അങ്ങനെ ഞാൻ ആ തിയേറ്ററിൽ പോന്നു. സിനിമ കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ആകെ തണുത്തു. അങ്ങനെ നൈറ്റ് തിരിച്ച് പോരാനുള്ള പരിപാടികളൊക്കെ നോക്കി. പിന്നെ പോന്ന വഴിക്കാൻ കണ്ട് സേലോ അങ്ങനെ ഏതൊരു സ്ഥലത്താണ് ഞാൻ സ്റ്റേ അടിച്ചത്. കാരണം ഇച്ചിരി ലോങ്ങാണ്, കാരണം അതിന് മാത്രം ബ്ലോക്കായിരുന്നു. നമ്മളവിടെ ഒരു 10-11 മണിക്ക് അവറായി അക്കോമഡേഷൻ തപ്പി പിടിച്ചിട്ട് 10-11 മണിക്ക് മുകളിലായി. അങ്ങനെ അക്കോമഡേഷൻ തപ്പി പിടിച്ച് ഒപ്പിച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ പിന്നെ ഓക്കെ അങ്ങനെ അക്കോമഡേഷനൊക്കെ ഒപ്പിച്ച് താമസിച്ച് അവിടെ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ട് വണ്ടി നല്ല സേഫായിട്ട് പാർക്കൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റ് ഇവിടെയൊക്കെ. എന്നിട്ട് അങ്ങനെ ലൈഫ് മുന്നോട്ട് പോയി. രസമായിരുന്നു ആ സമയത്തൊക്കെ, എൻജോയബിൾ ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ലോ ആ ഒരു ടൈമൊക്കെ, ഒരിക്കലും മറക്കാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകളാണത് ഈ പറയുന്ന യാത്ര എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൊന്നുമല്ല. ഓക്കെ, എവിടെയും നിർത്തണം.